ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നമ്മൾ ആരും കാണാത്ത വ്ളോഗിലേക്ക്. ഇന്ന് നമ്മുടെ ഗുജറാത്തിന്റെ ഡേ 2 ആണ്. അപ്പോൾ ഡേ 2 അഡ്വഞ്ചറസ് ആണ്. അഡ്വഞ്ചറസ് എന്ന് പറയാനൊന്നുമില്ല, ഇന്ന് കുറച്ച് സ്ഥലത്തേക്ക് പോകും. ഇന്നലെ പോയതിന്റെ ബാക്കിയുണ്ട് പോകാൻ. അപ്പോൾ ഇന്ന് മെയിനായിട്ട് ഇതന്നെ പരിപാടി. ഇന്ന് കുറച്ച് ഈ സ്ഥലത്തൊക്കെ പോകാനുണ്ട്. നമുക്ക് മെയിനായിട്ട് കുറച്ച് കറങ്ങാനും പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ വഡോദരയിൽ നിന്ന് സൂറത്തിലോട്ടേക്ക് പോകാൻ പോകുന്ന ഒരു ദിവസം കൂടിയാണ്. സോ അപ്പോൾ നമ്മൾ വൈകിക്കാതെ തന്നെ അധികം ചളി അടിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനിടയ്ക്ക് ഒരാൾ വന്നിട്ട് ഇതാക്കി പോയി. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം ഏകദേശം 11:54. നമ്മൾ 12 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണേ. വേറെ ഒന്നുമല്ല, മടിയുണ്ടായി, ഉറക്കക്ഷീണമുണ്ടായി. പിന്നെ നമുക്ക് കൃത്യ ടൈമിംഗ് ഒന്നും ഇല്ലല്ലോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ പാവബജി ഞാൻ പറഞ്ഞത്. പാവബജി ഒരു കോഫി പറഞ്ഞത് എന്താ അറിയില്ല, ഇത് പാവബജി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പാവബജിക്കും ഇനി കോഫിക്ക് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. പാവബജി കഴിച്ചിട്ടാണ് നമുക്ക് ഇന്നത്തെ കുറച്ച് ഡെസ്റ്റിനേഷൻസ് ആയ ഒന്ന് ബറോഡ മ്യൂസിയം എന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ പൂട്ടിപ്പോയി. ഇന്നലെ പൂട്ടിപ്പോയി സൂവിലൊന്ന് കയറാൻ ചാൻസ് ഉണ്ട്. ഫ്രീ ആയുണ്ട്, വലിയ പൈസ ഒന്നും ഇല്ല തോന്നുന്നു. വെറുതെ കണ്ടിട്ട് വരാം, 2-3 പട്ടിപ്പൊച്ചിയെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെ നമ്മൾ ബറോഡ മ്യൂസിയം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ ഇതാണ്, എന്താ പറയുക, നമ്മളെ ബറോഡ മ്യൂസിയം. പിന്നെ വേറെ ഒരു സ്ഥലം കൂടി ഞാൻ നോക്കി വെച്ചിരുന്നു. അത് നമ്മളിന്ന് വഡോദരയിൽ എന്തായാലും മെയിനായിട്ട് ഉണ്ടാവും. ഇന്ന് രാത്രി നമ്മൾ വഡോദരയിൽ നിന്ന് സൂറത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് പ്ലാനിന്. ഇപ്പോൾ രാത്രിത്തെ ട്രെയിൻ കയറും, അങ്ങനെയൊക്കെ പ്ലാനാണ്. ഡേ 2 വലിയ പരിപാടിയൊന്നുമില്ല, ചെറിയ പരിപാടിയുള്ളൂ. എന്തായാലും മാക്സിമം നമ്മളിന്ന് ഡേ ചുരുക്കി ടൈം സ്പെൻഡ് ചെയ്തിട്ട് കാണാൻ നോക്കും. അതോ ഡേയിൽ സമയം ചുരുക്കിയിട്ട് കാണാൻ നോക്കും, അങ്ങനെ ഉദ്ദേശം. പക്ഷെ അല്ല, വെയിലിൽ തന്നെ ഇറങ്ങണം, അതാ ചോറാം. ഇനിയിപ്പോൾ എന്തായാലും ഫുഡിന് വെയിറ്റ് ചെയ്യാം. വീട്ടിൽ നിന്ന് നേരെ പാവബജി കഴിക്കും. പാവബജി കഴിച്ചിട്ട് നേരെ വിടലാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നേരെ അങ്ങോട്ടേക്ക് ഊബർ ബുക്ക് ചെയ്യണം, സ്ഥലം ബുക്ക് ചെയ്യുക, പോവാം. അപ്പോൾ എന്തായാലും നേരെ അങ്ങോട്ടേക്ക് തന്നെ വിടാം. ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഞാനൊരു കണ്ട സംഭവം കേട്ടോ, എന്താണെന്നറിയോ, ഞാൻ ഇങ്ങനെ പാവബജി ചായ ഓർഡർ ചെയ്തപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്നല്ല ചങ്ങായൻ ചോദിക്കുന്നത് യൂട്യൂബറാണോ വീഡിയോയിൽ എടുക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ ഇത്ര ഫോളോവേഴ്സ്, ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സും യൂട്യൂബും പറഞ്ഞു. യൂട്യൂബിൽ ഇങ്ങനെ 10K അണ്ടർ ഉണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ 1 lakh above ഫുഡ് ബ്ലോഗിങ് ചെയ്യുന്നത്. ചങ്ങായി ഭയങ്കര നെറ്റാണ്, നിങ്ങളെല്ലാം വലിയ ആൾക്കാരാണല്ലേ. ഞാൻ പറയും ഇതൊന്നുമല്ല, പക്ഷേ ഭയങ്കര എന്തോ ഒരു അടിപൊളി മൊമെൻ്റ് കേട്ടോ. അത് നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചങ്ങായി ഭയങ്കര ചിരിച്ചുകൊണ്ട് നാണം കൊണ്ട് ഇങ്ങനെ പറയാ. ആ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഇങ്ങനെ ഫുഡ് വന്നപ്പോൾ ഫുൾ സംസാരിക്കലുണ്ട് സംഭവം. ഇതാ ഞാൻ പറഞ്ഞ ചങ്ങായി. ഒരു ഹായ് തന്നോ. ഹായ് തുമര ഞാൻ വിശാൽ. സോ ഇതാണ് വിശാൽ ഭായ്. നമ്മുടെ വിശാൽ ഭായ് നമ്മുടെ പേജൊക്കെ കണ്ടിട്ട് നമ്മളോട് കാര്യങ്ങൾ പറയാം, നമ്മുടെ ഫോളോവേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ സംഭവം പറയാം. സോ വിശാൽ ഭായ് ഹായ്. ഓക്കെ. മേരെ പാവബജി സംഭവം സെറ്റായി തന്ന ആളാട്ടോ. നമ്മുടെ ഹോട്ടൽ ആദ്മിയാണ്. സോ എന്താ ഞാൻ പാവബജി ആയിക്കോട്ടെ. ഓക്കെ. സംഭവം നമ്മൾ കോഫി കുടിച്ച് കാര്യങ്ങൾ ചായയെല്ലാം നോക്കി ഇരിക്കുമ്പോൾ സംഭവം ഇങ്ങനെ ചെങ്ങായി മറ്റേ ഭയങ്കര പറഞ്ഞു. ഇപ്പോൾ കണ്ടില്ല, അതായത് ചെങ്ങായി ഭയങ്കര ഒരു പാവവും. ചെങ്ങായി പറയാൻ എനിക്ക് ഞാൻ ഇങ്ങനെ ചങ്ങായി കാര്യമെല്ലാം പറഞ്ഞു. എന്താ ओके मैं खाने के साथ मैं आएगा. ओके मैं खाना खाता हूँ. हाँ 1 minute. ചങ്ങായി നമ്മൾ ഐഡിയ വെച്ചോണ്ടിരിക്കുന്നതാ, അന്നെ ഭക്ഷണം കഴിക്കാൻ പോലും വിടുന്നില്ല നമ്മൾ. ഓക്കെ DIGINFOOD फूड D ये वाला. ओके താങ്ക് യു ഭയ്യ. നമ്മളെ ചങ്ങായി ഫോളോ ചെയ്തിട്ടുണ്ട്. ചങ്ങായിക്ക് ട്രാവൽ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടല്ലോ, അങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ചങ്ങായി പെട്ടുപോയി ഇടാ. ചങ്ങായി എങ്ങനെ അവസരം നമ്മളെ പാവബജി കഴിക്കാൻ എന്തായാലും. സോ പാവബജി കഴിക്കുക എന്തായാലും ഞങ്ങൾക്കൊരു നല്ലൊരു സന്തോഷം പോലെ തോന്നിപ്പോൾ. എന്താണല്ല നല്ലൊരു മൊമെൻ്റായി തോന്നുന്നത്. ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടാന്ന് വെച്ചാൽ സംഭവം എന്തായാലും ഞാൻ കഴിക്കട്ടെ, നമുക്ക് പോകാനുള്ളതാണ്, അധികം സമയം കളയുന്നില്ല. ഓക്കെ നമ്മൾ ഊബറിൽ കയറിയിട്ടുണ്ട്. നമ്മൾ നേരെ നമ്മളെ സാജി ഗാർഡനിലേക്കാണ് പോകാൻ പോകുന്നത്. ഇവിടെ സംഭവം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നേരെ ഈ ഒരു ഊബറിലോട്ട് എത്ര ഉപകാരമാണെന്നറിയോ. നമ്മൾ 17 ഉറുപ്പ്യക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉണ്ട്. 2 കിലോമീറ്ററിന് 17 രൂപ. ബസ്സിനോട് ഫെസിലിറ്റിയിൽ സുഖമായിട്ട് പോകാൻ പറ്റുന്നു. സോ ഗൈസ് നമ്മളിപ്പോൾ ഇതാ ഊബറും കഴിഞ്ഞ് സയാജി ഗാർഡനിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇന്നലെ മിസ് ഔട്ട് ചെയ്ത നമ്മളെ മ്യൂസിയം ആൻഡ് സൂ അതാണ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. വഴി ഏതാണെന്നറിയില്ല, നോക്കട്ടെ, പോവാം എന്തായാലും. ഇപ്പോൾ നമുക്കെന്തായാലും ആദ്യം സൂവിലോട്ടേക്ക് പോവാം. സൂവിൽ പോയിട്ട് മ്യൂസിയത്തിൽ പോവാം. ഓക്കെ. സോ സംഭവം നമ്മൾ കുറച്ചിൻ്റെ തണുക്കല്ല. ഇപ്പോൾ സൂവിൽ പോയിട്ട് ബേസിക്കലി നമുക്കിപ്പോൾ എന്താ പറയുക, ടിക്കറ്റ് എടുക്കണം.
ടിക്കറ്റ് എടുക്കാനാണ് ഞാനിപ്പോൾ പോകുന്നത്. എത്ര ടിക്കറ്റ് റേറ്റ് അറിയില്ല, എന്തായാലും ചെറിയ റേറ്റ് 50 ആ റേറ്റാൻ്റെ ഉള്ളത്. സംഭവം എന്താ വെച്ചാൽ നമ്മൾ ടിക്കറ്റ് എടുത്തില്ല. നമുക്കിപ്പോൾ മ്യൂസിയത്തിലോട്ട് കാര്യം പോകുക എന്താ വെച്ചാൽ ചെറിയൊരു സീനുണ്ട്. കാരണം നമ്മളിപ്പോൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്താണെന്നറിയോ, ഈ നമ്മളൊരു സ്ഥലത്ത് കയറുമ്പോൾ ടിക്കറ്റ് എൻട്രി ഒക്കെ അവർ ബിസിനസ് ആക്കുന്നത്. നമ്മൾ ഈ ക്യാമറ കൊണ്ടുപോകുന്നതിന് എന്തിനാണ് പൈസ മേടിക്കുന്നത് മനസ്സിലായി, അതിനാണ് വലിയ പൈസ, ഒരു 50 രൂപ കൂട്ടി വാങ്ങാം. അമ്മാതിരി അവസ്ഥ. സംഭവം എന്തായാലും നമ്മളിപ്പോൾ മ്യൂസിയത്തിലോട്ടൊക്കെ പോകുന്നത് എല്ലാവരും ബിസിനസ് തന്നെ കേട്ടോ. മ്യൂസിയം കണ്ടിട്ട് നമുക്ക് നോക്കിയിട്ട് സുഖമാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ടിക്കറ്റ് എടുക്കുക, അതിൻ്റെ ടിക്കറ്റിലുള്ള നമ്മളിപ്പോൾ. അപ്പം നമ്മൾ ഏകദേശം 100 രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ്. സോ മ്യൂസിയത്തിനുള്ളിൽ കയറാനുള്ള നോർമൽ റേറ്റാണ് ഏകദേശം 100 രൂപ. സോ മ്യൂസിയത്തിനുള്ളിൽ 100, മറ്റേത് 30 രൂപേൻ്റെ കണ്ടേ. ഇത് വോക്ക് വിത്ത് വൈവേറി അങ്ങനെ എന്തോ സംഭവം കണ്ടിനി. എന്നാലും നോക്കട്ടെ, ഇത് മ്യൂസിയത്തിനുള്ളിൽ എന്തൊക്കെയോ ഉണ്ട് സ്പെഷ്യലായിട്ട്. പേയ്മെൻറ്റ് കരുതു, ടിക്കറ്റ് കളക്ട് ചെയ്യണം എന്ന് വെച്ചാൽ ക്യാ ട്രാൻസാക്ഷൻ അയ്യതാ കുറച്ച് കാര്യമായിട്ട് നോക്കുന്നുണ്ട് തോന്നുന്നു. സംഭവങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. എന്തായാലും നോക്കട്ടെ. മ്യൂസിയം പ്രത്യേകിച്ച് വലുതാണെന്ന് വെച്ചാൽ ഏകദേശം കാണാൻ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നോക്കാം, വെയിറ്റ് ചെയ്യാം. സോ ഗൈസ്, ബേസിക്കലി ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. സോ നമുക്കിനി ഈ ഒരു ടിക്കറ്റ് ആകെ ഇത്രയേ ഉള്ളൂ. ഇതിനാണ് 100 രൂപ. ദാറ്റ്സ് നോട്ട് ദ പോയിൻറ്റ്. ഇനി 100 രൂപ വെച്ചിട്ട് ഉള്ളിൽ കയറണം. ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നോക്കാം ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് അവസ്ഥ കാണാം. എന്തായാലും നിങ്ങൾക്ക് വൃത്തിക്കെല്ലാം കാണിച്ചു തരാം. ഓക്കെ, ഇനി ഉള്ളിൽ ക്യാമറ അലൗഡ് ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നോക്കാം. ബാക്കി ഞാൻ കാണുന്ന രീതിയിൽ കാണാണ്ടെല്ലാം എടുത്തിട്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും എല്ലാം കാണിച്ചു തരാൻ നോക്കാം. ഓക്കെ, അല്ല ബാക്കി വരുന്നിടത്ത് വെച്ച് പോലെ കാണാം. ഗൈസ്, സംഭവം അത് പ്രതീക്ഷ പോലെ തന്നെ ഉള്ളിൽ തീരെ വീഡിയോഗ്രാഫി അലൗഡ് അല്ല. സോ ബിഹൈൻഡ് ദ സീൻസ് ഒന്നും തന്നെ എടുക്കാൻ പറ്റിയില്ല, അതിന് മുന്നേയുള്ള ഒന്നും തന്നെ. സോ ബേസിക്കലി ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക, ഞാൻ അത് കാണാനെടുത്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവില്ല, ഇതായത് മ്യൂസിയത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കുറേ കാണാനുണ്ട്. സംഭവം വിചാരിക്കുന്ന പോലെയല്ല, നല്ല രീതിക്ക് തന്നെ കാണാനുണ്ട്. കുറേ കാണാനുണ്ട്. എന്തൊക്കെയോ അക്വാറിയത്തിലുള്ള സാധനങ്ങൾ പ്രിസർവ് ചെയ്ത് അതിൻ്റെ സ്കെൽറ്റൻസും കാര്യങ്ങളും ലൈക്ക് കൈൻഡ് ഓഫ് ഒരു പോയിന്റിൽ വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ കാണാൻ കുറേ തന്നെ ഉണ്ട്, വിചാരിക്കുന്നതല്ല. ഉള്ളിൽ തന്നെ പോയിട്ട് തന്നെ കണ്ടിരിക്കണം. പക്ഷേ ഞാൻ കാണാണ്ട് കുറേ എടുത്ത കാഴ്ചകളെ പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങൾ. എന്തായാലും സംഭവം അടിപൊളി ഞാൻ വിചാരിക്കുന്ന പോലെയല്ല. നിങ്ങൾക്ക് എന്തായാലും വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. കാണാണ്ട് എടുത്ത വീഡിയോസൊക്കെ ഇത്. ഇപ്പോൾ മ്യൂസിയത്തിനുള്ളിൽ എന്തായാലും ഈ സംഭവങ്ങളൊക്കെ തന്നെയാണല്ലേ. ഇനിയും സൂവിൻ്റെ ഉള്ളിലും ഇതേ തന്നെ ആയിരിക്കും. കാണുന്ന വിഷ്വൽസൊക്കെ എടുത്ത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചാൽ സോ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ തിരിക്കുക. സൂ ക്യാൻസൽ ചെയ്ത് തീരെ ഫോണല്ല അവിടെ അല്ല എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം നേരം അവിടെ നിൽക്കുന്നില്ല. അപ്പോൾ നമ്മളെ ഫോൺ കയറ്റാമെങ്കിൽ നമ്മളും പോകുന്നില്ല. സംഭവം നേരെ നമ്മൾ വിദ്യാധർ സ്റ്റെപ്പ് വാൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് നമ്മളിനി പോകാൻ പോകുന്നത്. അത് ഏകദേശം നല്ലൊരു അടിപൊളി സംഭവമാണ്. എന്ന് വെച്ചാൽ കുറേ ഏണിയും പാമ്പൊക്കെ പോലത്തെ ഒരു സംഭവങ്ങൾ നമ്മളെ ഗെയിം ലെവൽസിലൊക്കെ കണ്ട സാധനമില്ലേ, നല്ല രസമായി കാണാൻ. വിചാരിക്കുന്നതല്ല, ലൈക്ക് ഫോട്ടോഗ്രാഫിക്കെല്ലാം പറ്റിയ സ്ഥലം. ഇതിൻ്റെ സെയിം സ്ഥലം തന്നെ നമ്മൾ അഹമ്മദാബാദ് ടൗണിലും ഉണ്ട്. അത് ശരിക്കും വെള്ളമൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അടിപൊളിയായിട്ട്. അത് കാണാനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ വഡോദരയിലുള്ളത് കാണാം. എന്തായാലും ഊബർ ബുക്കാക്കിയിട്ടുണ്ട്. ഇനി ഊബർ വരട്ടെ. ഏകദേശം ഞാൻ നിൽക്കുന്ന ഇപ്പോൾ സയാജി ഗാർഡൻ ഏകദേശം ഒരു 9 കിലോമീറ്റർ തന്നെ കാണിക്കുന്നുണ്ട്. കുറച്ച് ദൂരമുണ്ട്, പോകാനുണ്ട്. മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഊബർ തന്നെ ചൂസ് ചെയ്യുക. ഞാൻ ബൈക്ക് ഓപ്ഷനെ ചൂസ് ചെയ്യുന്നത് സോളോ ആണ്, ഓട്ടോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഓട്ടോ ആയിട്ട് നിങ്ങളെല്ലാം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ആളെല്ലാം വെച്ച് അതിൻ്റെ ബഡ്ജറ്റിനും ചൂസ് ചെയ്ത് പോവാം. സോ വെയിറ്റിംഗ് ഫോർ ദ ഊബർ, അതിനനുസരിച്ച് നമുക്ക് പോകണം. ഓക്കെ, അപ്പോൾ കഴിച്ച് നമ്മളെന്തായാലും പോയി നേടുന്നു. സ്ഥലം മൂഞ്ച സ്ഥിതിക്ക് നമ്മളിനി അധികം ഇവിടെ നിൽക്കുന്നില്ല. പിന്നെ ഊബറും പിടിച്ച് നേരെ അടുത്ത സ്ഥലം ഇനി ഒന്നുമില്ല. ഇന്ന് വടോടെ നേരെ സൂറത്ത് വിടലാണ്. രാത്രി റെയിൽവേ സ്റ്റേഷൻ പോവും, ഇരിക്കും, അത്ര തന്നെ. ബാക്കി നമുക്ക് ഡേ 3 കാണണം. ഓക്കെ, ഡേ 3 ബാക്കി വീഡിയോസ് ആയിട്ട് വരുന്നത്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. എൻ്റെ കണ്ണടയും താഴോട്ട് വീണു ഇപ്പം പണ്ടാരം മണ്ണിൽ. അപ്പോൾ ഇനി ഊബർ നൈറ്റ് അതിന് പോയിട്ട് ഒന്ന് നല്ല ചായയും കുടിക്കുക, ഫുഡ് അടിക്കുക, അത്രയൊക്കെ തന്നെ. രാത്രി ആകുമ്പോൾ റൂം ഇറങ്ങും. ഇനിയിപ്പോൾ നേരെ റൂമിലേക്ക് കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യും. ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുക. ഓക്കെ, സോ ഫുഡൊക്കെ കഴിച്ച് ഇനി റെസ്റ്റ് ചെയ്യൽ തന്നെ മെയിൻ പരിപാടി. രാത്രിന് വേറെ പരിപാടിയൊന്നുമില്ല. സോ ഇനി നേരെ നമുക്ക് വേറെ പരിപാടിയായിട്ട് നോക്കാം. എന്തായാലും ഞാൻ ഈ സ്പോട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾ നോക്കിയിട്ട് വരാം. അപ്പോൾ എന്തായാലും അടുത്ത ഗുജറാത്ത് സീരീസ് ബ്ലോഗായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഫ്രം ഡിക്കി മച്ചാൻ.